നമസ്കാരം. ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. നാറ്റോ സഖ്യകക്ഷികൾ അവരുടെ സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റിയില്ലെങ്കിൽ റഷ്യയോട് ആക്രമിക്കാൻ പറയുമെന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശങ്ങൾക്കെതിരെ നാറ്റോ അധ്യക്ഷൻ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് രംഗത്ത്. പാശ്ചാത്യ സൈനിക സഖ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഐക്യത്തിലൂടെയും ശക്തമായ പ്രതികരണങ്ങളിലൂടെയും നേരിടുമെന്ന് അദ്ദേഹം പറഞ്ഞു. സഖ്യകക്ഷികൾ പരസ്പരം പ്രതിരോധിക്കില്ലെന്ന നിർദ്ദേശങ്ങൾ അമേരിക്കയടക്കമുള്ള രാജ്യങ്ങളുടെ സുരക്ഷയെ ദുർബലപ്പെടുത്തുമെന്നും ഇത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സൈനികരെ കൂടുതൽ അപകടത്തിലാക്കുമെന്നും സ്റ്റോൾട്ടൻബർഗ് പ്രസ്താവനയിൽ പറഞ്ഞു. ആര് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാലും അമേരിക്ക ശക്തവും പ്രതിബദ്ധവുമായ നാറ്റോ സഖ്യകക്ഷിയായിരിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ സഖ്യകക്ഷികളെയും പ്രതിരോധിക്കാൻ നാറ്റോ തയ്യാറാണെന്നും സ്റ്റോൾട്ടൻബർഗ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം തെക്കേ കരോലയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ചായിരുന്നു ന്യായമായ വിഹിതം നൽകുന്നില്ലെന്ന് തോന്നുന്ന അമേരിക്കയുടെ നാറ്റോ സഖ്യകക്ഷിയായ ഏത് രാജ്യത്തെയും ആക്രമിക്കാൻ റഷ്യയോട് ട്രംപ് ആഹ്വാനം ചെയ്തത്. എന്നാൽ ട്രംപിന്റെ പരാമർശം ഞെട്ടിക്കുന്നതും അനിയന്ത്രിതവുമാണെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. നാം ഒന്ന് നമുക്ക് വേണ്ടി എന്നതാണ് നാറ്റോയുടെ മുദ്രാവാക്യമെന്ന് പോളിഷ് പ്രതിരോധ മന്ത്രി സമൂഹമാധ്യമമായ എക്സിലൂടെ പ്രതികരിച്ചു. സഖ്യകക്ഷിയായ രാജ്യങ്ങളുടെ വിശ്വാസ്യത ദുർബലപ്പെടുത്തുന്നത് നാറ്റോയെ മൊത്തത്തിൽ ദുർബലമാക്കും. സഖ്യകക്ഷിയുടെ സുരക്ഷയെ മുൻനിർത്തി കളിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കണക്കാക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നാറ്റോയുടെ സുരക്ഷയെക്കുറിച്ച് വീണ്ടും വിചാരമില്ലാത്ത പ്രസ്താവനയാണ് ട്രംപ് നടത്തിയതെന്ന് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കും എക്സിൽ കുറിച്ചു. പരാമർശം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ താൽപര്യങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം യുക്രൈൻ നൽകുന്ന സാമ്പത്തിക സഹായത്തെയും നാറ്റോയുടെ നിലനിൽപ്പിനെയും ട്രംപ് ചോദ്യം ചെയ്തിരുന്നു. റഷ്യയെ പ്രതിരോധിക്കാൻ വലിയ തുക ചെലവഴിക്കുന്നതിൽ ട്രംപ് ആശങ്കയും പ്രകടിപ്പിച്ചിരുന്നു. നാറ്റോയിൽ അംഗങ്ങളായ രാജ്യങ്ങൾ നൽകേണ്ട പണം നൽകാത്തവരെ റഷ്യ ആക്രമിച്ചാൽ സഹായിക്കാൻ അമേരിക്ക ഉണ്ടാകില്ലെന്ന് താൻ സഖ്യത്തിന്റെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ട്രംപ് സൗത്ത് കരോലയിലെ പ്രസംഗത്തിനിടെ പറഞ്ഞു. നാറ്റോയുടെ ഏത് ചർച്ചയിലാണ് ഇക്കാര്യം പറഞ്ഞതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. നാറ്റോ ഉടമ്പടിയിൽ അംഗരാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ പരസ്പരം പ്രതിരോധിക്കുമെന്ന വ്യവസ്ഥ അടങ്ങിയിട്ടുണ്ട്.